അവിടുന്ന് പോന്നപ്പോൾ എന്തോ ഒരു വിഷമം പോലെ അല്ലേ ലക്ഷ്മി? മഹാദേവനും ലക്ഷ്മിയും തിരികെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അതേ മഹിയേട്ടാ, പിന്നെ ഏട്ടൻ്റെ നിർബന്ധം കൊണ്ടല്ലേ, അല്ലായിരുന്നെങ്കിൽ അവിടെ എല്ലാവർക്കൊപ്പം നിൽക്കാമായിരുന്നല്ലോ. അത് ശരിയാണ്, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ആ ജയറാമിൻ്റെ കാര്യം. അയാളൊന്ന് കാണണമെന്ന് പറഞ്ഞ് കുറേ ഡേയ്സായി എന്നെ കോണ്ടാക്ട് ചെയ്യുന്നു. പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാമെങ്കിലും നമുക്കൊരു മര്യാദയുണ്ടല്ലോ, അതുകൊണ്ടാണ് പോയേക്കാമെന്ന് കരുതിയത്. അതെന്ത് കാര്യമാ മഹിയേട്ട? ഒഫീഷ്യൽ കാര്യമാവുമല്ലേ? അതോ നിനക്ക് ജയറാമിൻ്റെ മകളെ പരിചയമുണ്ടല്ലോ? പിന്നെ അറിയില്ലേ, ഗീതുമോളല്ലേ? ആ അത് തന്നെ. ആ ഗീതുമോളെ കൊണ്ട് നമ്മുടെ കണ്ണനെ വിവാഹം ചെയ്യിക്കാൻ അവർക്കൊരു പ്ലാനുണ്ട്. ആ കുട്ടിക്കും താല്പര്യമാണെന്ന് എനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. ഉറപ്പായും അതേക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാവും ജയറാം വരുന്നത്. അതെങ്ങനെ ശരിയാവും? കണ്ണൻ്റെ കല്യാണം നമ്മൾ ആദ്യമോളുമായി തീരുമാനിച്ചതല്ലേ? കല്യാണമാണ് അടുത്ത ദിവസം. അപ്പോഴാണ് കല്യാണ ആലോചനയൊക്കെ. എൻ്റെ പൊന്നു മണ്ടി ഭാര്യയെ, അതിന് നമ്മൾ ഇവിടെ കണ്ണൻ്റെ വിവാഹം നടത്താൻ പോകുന്ന കാര്യമൊന്നും അവർക്കറിയില്ലല്ലോ. ഇന്നിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ. ആ പറയണം, വെറുതെ നല്ലൊരു കാര്യം നടക്കാൻ പോകുന്നതിനിടയ്ക്ക് കല്ലുകടിയൊന്നും വേണ്ട. എല്ലാം ഒന്ന് മംഗളമായി നടന്നാൽ മതിയായിരുന്നു. അതൊക്കെ നടക്കും എൻ്റെ പൊന്നു ഭാര്യയെ, നീ അതോർത്ത് വിഷമിക്കേണ്ട. എത്ര കാലത്ത് നമ്മുടെ കാത്തിരിപ്പാണ് സഫലമാവാൻ പോകുന്നത്. എൻ്റെ ആനന്ദവാസവും എൻ്റെ സ്വന്തമാവാൻ പോവുകയല്ലേ. ഇതിൽ പരം സന്തോഷം എനിക്ക് വേറെന്താ വേണ്ടത്? കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മക്കളെ. ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് സൂര്യനും സീതയ്ക്കും മൂന്നാറുള്ള ഫാം ഹൗസിൽ പോയി അടിച്ചു പൊളിക്കണം. ഞാനും ആനന്ദും അതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞു. അറിയുമോ നിനക്ക്? ഇനി സൂര്യനോടും വസുവിനോടും പിന്നെ അനിയത്തിമാരോടും കൂടി പറഞ്ഞു ശരിയാക്കണം. ഇത്രയും നാളും നമ്മളെ പരീക്ഷിച്ചതല്ലേ. ആ മഹാദേവനിനി അതുണ്ടാവില്ല ലക്ഷ്മി. അതുകൊണ്ട് എല്ലാം ഭംഗിയായി നടക്കും. ലക്ഷ്മി നിറകണ്ണുകളോടെ മഹിയെ നോക്കി. ഡാ IPS സിദ്ധാന്തേ, ഇതാണെൻ്റെ ആരൂട്ടി. ആദ്യം തന്നോട് ചേർത്ത് പിടിച്ച് സിദ്ധുവിന് ബാക്കിയുള്ളവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കാശി. നീ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കുറേ നാൾ മുൻപ് കണ്ടതാണെങ്കിലും ഞാൻ മറന്നിട്ടൊന്നുമില്ല ആരെയും. ആദിക്ക് എന്നെ അറിയില്ലല്ലേ? ആദി സിദ്ധുവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കാശിയെ നോക്കി. നിന്നെ അറിയാൻ ഞാൻ ആരോടെങ്കിലും നിന്നെക്കുറിച്ച് പറഞ്ഞിട്ട് വേണ്ടേ? അതെങ്ങനെയാ? പോലീസുകാരന് കള്ളനെ പോലെ ഒളിക്കേണ്ട അവസ്ഥയായിരുന്നില്ലേ? ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടതിന് ശേഷമാണ് മനുവിനോട് പോലും നിന്റെ അവസ്ഥയെക്കുറിച്ച് ഒരു ഏകദേശ ചിത്രം പറഞ്ഞു കൊടുത്തത് പോലും. അച്ചുവിൻ്റെ ലൈഫ് വെച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇവരോട് പോലും മറച്ചു വെച്ചത്. സോറിഡ മനു. കാശി മനുവിനെ നോക്കി. അവൻ്റെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി കണ്ട് കാശിയും ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ഇത് കാത്തു, നിനക്ക് മനസ്സിലായി കാണുമല്ലോ. ഇവളെ കാണുമ്പോഴേ നമ്മുടെ മനുവിൻ്റെ. ആ അതെനിക്ക് മനസ്സിലാവാതിരിക്കുവോടാ. അല്ല, കീത്തുവും കിച്ചുവും ഒക്കെ സുഖമായിരിക്കുന്നു. ആദിയും കാർത്തുവും പരസ്പരം നോക്കി വാവിളിച്ചു. എനിക്ക് എങ്ങനെ അറിയാമെന്നാണോ അവരെ? കാശിയുടെയും മനുവിൻ്റെയും സഹോദരങ്ങൾ എൻ്റെ കൂടെയാണ്. അങ്ങനെ അറിയാം. സിദ്ധു എല്ലാവരെയും നോക്കി ചിരിച്ചു. എല്ലാവർക്കും സംശയങ്ങൾ ഒരുപാടുണ്ടാവുമല്ലേ. ഞാനും സിദ്ധുവും തമ്മിൽ എങ്ങനെയാണ് പരിചയമെന്ന് മനുവിനും ജിത്തുവിനും ഡൗട്ടുണ്ടാവണം. കാരണം ജിത്തു സിദ്ധുവിൻ്റെ മനുവേട്ടൻ്റെയും നിഴൽ പോലെ കൂടെ നടക്കുന്നതല്ലേ. എന്നെയും സിദ്ധുവിനെയും കൂട്ടിമുട്ടിച്ചത് നീയാണ് ആദി. ആദി ഞെട്ടി കാത്തുവിനെയും മനുവിനെയും നോക്കി. അവിടെയും സെയിം എക്സ്പ്രഷൻ കണ്ടവൾ നെറ്റിച്ചുളിച്ച് കാശി പറയുന്നത് ശ്രദ്ധിച്ചു. പറയൂ ജയറാം, എന്താണ് തനിക്ക് എന്നോട് അർജൻറ്റായി എന്തോ ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞത്? ജയറാമായി ലോണിലിരിക്കുകയാണ് മഹാദേവൻ. അത് മഹി, ഞാൻ താനുമായുള്ള കോൺട്രാക്റ്റ് പിൻവലിച്ചതിൽ എനിക്ക് തന്നോട് വിഷമമൊന്നും തോന്നരുത്. അന്ന് ഇനി ഓഫീസിൽ തന്നെയുള്ള കുറച്ച് ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് സംഭവിച്ചു പോയതാണ്. ആ സംഭവത്തിന് ശേഷം നമ്മുടെ സൗഹൃദത്തെ അത് സാരമായി ബാധിച്ചു. ഐ ആം റിയലി സോറി. ഏയ്, അതൊക്കെ ഓഫീസ് കാര്യങ്ങളല്ലേ. കമ്പനി ഡീലിങ്സ് കമ്പനിയിലാണ്. അല്ലാതാനും അത് മനസ്സിൽ ഒരാളോടും ഇന്ന് വരെ ഞാൻ ബിഹേവ് ചെയ്തിട്ടില്ല, ഇനി ചെയ്യാനും പോകുന്നില്ല. അതെ, അതെനിക്കറിയാം. എങ്കിലും തന്നോട് എനിക്കൊന്ന് സോറി പറയണമെന്ന് തോന്നി. എൻ്റെ മകൾ ഗീതിക, അവൾ എനിക്കൊരു സമാധാനവും തന്നിട്ടില്ല. തന്നോട് പിണങ്ങിയെന്നും പറഞ്ഞ് എന്നും പറയും തന്നോട് പോയി സോറി പറയണമെന്നൊക്കെ. അവൾക്ക് തന്നെയും തൻ്റെ ഫാമിലിയെയും ഒക്കെ വലിയ കാര്യമാണ്. മഹാദേവന് ജയറാം പറഞ്ഞു വരുന്നത് മനസ്സിലായ പോലെ ചുണ്ടിലൊരു ചിരി മിന്നി മാഞ്ഞു. ചിരിയോടെ വീട്ടിലേക്കൊന്ന് ഓട്ടം പോയതും വാതിൽക്കൽ നിന്ന് എത്തി നോക്കിയ ലക്ഷ്മിയെ കാണി അയാൾക്കൊന്നുകൂടെ ചിരി പൊട്ടി. അതെയോ, തിരക്കിയെന്ന് പറയൂ കുട്ടിയെ. തീർച്ചയായും പറയാം. പിന്നെ
അവളുടെ ഒരു കാര്യം പറയാൻ കൂടെയാണ് ഞാൻ വന്നത്. മൈലക്ഷ്മിയെ കൂടി ഇങ്ങോട്ടേക്കൊന്ന് വിളിക്കാമോ? നിങ്ങളോട് രണ്ടാളോടും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെയാണോ? അതിനെന്താ, വിളിക്കാലോ. അത്രയും പറഞ്ഞാൽ വാതുക്കൽ നിൽക്കുന്ന ലക്ഷ്മിയെ തങ്ങളുടെ അടുത്തേക്ക് വിളിച്ചു. ആരൂട്ടിയുടെ മുത്തശ്ശൻ മഹാദേവ നാരായണൻ എന്നെ ഏൽപ്പിച്ചു തന്നൊരു ദൗത്യമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോടൊക്കെ. കാശി മനുവിനെയും ആദിയെയും കാത്തുവിനെയും നോക്കി മൂന്നാളും ശരിയാണെന്ന പോലെ തലയാടുന്നത് കണ്ടവൻ തുടർന്നു. ആദിരുദ്ര ആനന്ദ് എന്ന മാണിക്യമംഗലത്തെ മഹാദേവ നാരായണന്റെ കൊച്ചുമകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ചെറുതൊന്നുമല്ല കടമ്പകൾ ഉണ്ടായിരുന്നത്. കാരണം ആദിരുദ്രയ്ക്ക് ശത്രുക്കൾ ഉണ്ടെന്ന വിവരം അവളെയോ തൻ്റെ മകനെയോ അറിയിക്കരുതെന്ന് നിർബന്ധം കൂടി മഹാദേവൻ എന്ന ആദിയുടെ മുത്തശ്ശൻ എനിക്ക് മുൻപിൽ വെച്ചിരുന്നു. ആദിയുടെ നിഴൽ പോലെ നടന്നു തുടങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് എതിരെ നിൽക്കുന്നത് അത്ര നിസ്സാരക്കാരനല്ലെന്ന്. ശത്രുവിനെ തിരിച്ചറിഞ്ഞ മുതൽ മനുവിനെ ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിവതും ഞാൻ ശ്രമിച്ചിരുന്നു. കാരണം ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയായതിനാൽ എനിക്ക് മനസ്സിലായിരുന്നു. മനുവിൻ്റെ മുഖത്ത് ഗൗരവം നിറയുന്നത് കണ്ട് കാശി അവനെ കണ്ണു ചിമ്മി കാണിച്ച് സിദ്ധുവിനെ നോക്കി. മനുവിന് വിഷമമുണ്ടാവും, ഞങ്ങൾക്കറിയാം. മനുവിന് മാത്രമല്ല, ദാ ഇവനും. സിദ്ധു പറഞ്ഞുകൊണ്ട് ജിത്തുവിനെ നോക്കി. ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയ നാൾ മുതൽ പരസ്പരം ഞങ്ങളൊന്നും മറച്ചു വെച്ചിട്ടില്ല. പക്ഷേ ഇതൊന്നു മാത്രം ഞാൻ ജിത്തുവിനോട് മറച്ചു. അത് ഒരിക്കലും മനുവിനെയും ജിത്തുവിനെയും എനിക്കോ കാശിക്കോ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് നിങ്ങളെ കൂടെ അപകടത്തിലേക്ക് തള്ളിവിടാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും ഞങ്ങൾക്കെന്തെങ്കിലും സംഭവിച്ച നമ്മുടെ കുടുംബത്തിന് താങ്ങാവാൻ നിങ്ങളുണ്ടാവുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ്. സിദ്ധു പറഞ്ഞുകൊണ്ട് അച്ചുവിനെ തന്നോട് ചേർത്ത് പിടിച്ചു. അതെ, കാശിയും ശരിവെച്ചു. അല്ല സിദ്ധു, നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയമെന്ന് പറഞ്ഞില്ലല്ലോ. ഫ്രണ്ടാണെന്നറിയാം, അല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ലല്ലോ. ഞാൻ കരുതിയത് ബിസിനസ് വഴിയുള്ള കോണ്ടാക്റ്റ് ആവുമെന്നാ. ജിത്ത് ചോദിച്ചുകൊണ്ട് സിദ്ധുവിനെ നോക്കി. ഞങ്ങളുടെ രണ്ടുപേരുടെയും ശത്രു ഒരാളാണ്. അതുതന്നെയാണ് ഞങ്ങൾ തമ്മിലുള്ള കണക്ഷനും. എന്ന് വെച്ചാൽ ഭവിഷ് ഡ്രീംസ് എന്ന ബിസിനസ് സാമ്രാജ്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും. ആ സാമ്രാജ്യം ആദി എന്ന ആദിരുദ്ര ആനന്ദിൻ്റെതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു നിമിഷത്തേക്ക് ചുറ്റിനും നിശബ്ദമായി. എല്ലാവരും ആദിയെ അത്ഭുതത്തോടെ നോക്കി. ആദിയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ആദിയെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് കാശി തുടർന്നു. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് തോന്നുന്നെങ്കിലും സത്യമാണ്. ഭവിഷ് ഡ്രീംസ് എന്ന വൻകിട ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഒരേ ഒരു അവകാശിയാണിത്. പവർ ഓഫ് അറ്റോർണിയുടെ ബലത്തിൽ മാത്രം ആദിയുടെ വല്യച്ഛൻ്റെ മകൻ ഭവിഷ് മനോഹർ എന്ന ബിസിനസ് ടൈക്കൂൺ ഭരിക്കുന്ന ഭവിഷ് ഡ്രീംസ് എന്ന കമ്പനിക്ക് ഇന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ബ്രാഞ്ചസ് ഉണ്ട്. പക്ഷേ ഇത്രയധികം വളർന്നു നിൽക്കുന്ന കമ്പനിയാണെങ്കിലും ഇന്ന് അവിടെ പലതരത്തിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്. അവിടെയാണ് IPS ഓഫീസർ സിദ്ധാർത്ഥിൻ്റെ പ്രസക്തി. ഭവിഷ് ഡ്രീംസ് പൂർണ്ണമായും നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട സിദ്ധുവിനെ തടഞ്ഞത് ഞാനാണ്. കാരണം ആദിയുടെ മുത്തശ്ശൻ്റെ വിയർപ്പാണത്. നിയമത്തെ എതിർത്ത് അവിടെ നടക്കുന്നതെല്ലാം പുറത്തു കൊണ്ടുവരണം. പക്ഷേ അതൊരിക്കലും ഭവിഷ് ഡ്രീംസ് എന്ന കമ്പനിയെ ബാധിക്കുകയും ചെയ്യരുത്. ബിസിനസ് ഐക്കൺ ഭവിഷ് എന്ന ദുഷ്ടൻ്റെ മുഖംമൂടി ജനങ്ങൾക്ക് മുൻപിൽ തുറന്ന് കാണിക്കണം. പക്ഷേ അതത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല. ജനങ്ങൾക്കിടയിലും രാഷ്ട്രീയക്കാർക്കിടയിലും മാണിക്യമംഗല തറവാടിന് അത്രയധികം പേരെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാനാവൂ. കാശി പറഞ്ഞുകൊണ്ട് ആദിയെ നോക്കി. അവളുടെ മുഖത്തെ അമ്പരപ്പ് ഇതുവരെ മാറിയിട്ടില്ല എന്ന് കണ്ടപ്പോഴും അവന് ചിരി വന്നിരുന്നു. ഭവി, ആരെയാണ് ട്രൈ ചെയ്യുന്നത്? കുറേ നേരമായി മോനെ, ഞാൻ ശ്രദ്ധിക്കുന്നു. കോള് ചെയ്തിട്ട് കിട്ടാത്ത ദേഷ്യത്തിൽ കയ്യിലുള്ള ഫോൺ താഴേക്ക് വലിച്ചെറിയുന്നത് കണ്ടുകൊണ്ടാണ് ഭവിഷിൻ്റെ അങ്കിൾ സന്തോഷ് അവനടുത്തേക്ക് വരുന്നത്. അങ്കിൾ എത്രയും പെട്ടെന്ന് ബഷിയെ കണക്ട് ചെയ്യണം. കോൺട്രാക്ട് സൈൻ ചെയ്യാമെന്ന് പറഞ്ഞെന്ന് അമേരിക്കയിലേക്ക് പറഞ്ഞയച്ച ശേഷം നാട്ടിലൊരു കുരുതിക്കളം ഒരുക്കാനാണെന്നറിയാൻ ഞാൻ വൈകിപ്പോയി. അതെനിക്ക് തടയണം. അറിയില്ലല്ലോ അങ്കിളിന്. രുദ്ര, അവൾക്കൊരു പോറലേറ്റാൽ പോലും ഒന്നിനെയും വെറുതെ വിടില്ല ഞാൻ. അതിന് സ്വന്തം തന്തയായാലും ശരി, കൊന്നു തള്ളും ഞാൻ. അവൻ്റെ മുഖത്തെ ഭാവം വന്യതയിലേക്ക് മാറുന്നത് സന്തോഷ ഭയത്തോടെ നോക്കി നിന്നു. അയാളുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു. ജയറാം, താൻ മീറ്റ് ചെയ്യുന്നുമെന്ന് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു തൻ്റെ മകൾ ഗീതികയുടെയും കണ്ണൻ്റെയും വിവാഹാലോചനയാവും വിഷയമെന്ന്. താങ്കളെ സമാധാനപരമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് തീരുമാനിച്ചിരുന്നതുമാണ്.
പക്ഷേ താങ്കൾ കാര്യങ്ങൾ പ്രസന്റ് ചെയ്ത രീതി ഞങ്ങൾക്കത് തൃപ്തികരമല്ല. ഞങ്ങൾക്കെന്നല്ല, ഒരു അച്ഛനും അമ്മയ്ക്കും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല താങ്കളിപ്പോൾ പറഞ്ഞത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കളുടെ മകളും എൻ്റെ മകനും തമ്മിൽ പ്രണയത്തിലാണെന്ന് പറയുന്നത്? സ്വന്തം മക്കളുടെ മനസ്സറിയാത്തൊരച്ഛനോടായിരുന്നു താങ്കളിത് പറഞ്ഞതെങ്കിൽ ഒരുപക്ഷെ അങ്ങനെയുള്ളയാൾ വിശ്വസിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ മോനെ എനിക്കറിയാം, നന്നായിട്ട് തന്നെ. അതുകൊണ്ട് തൻ്റെ കണക്കൂട്ടലുകൾ തെറ്റിപ്പോയി ജയറാം. പക്ഷേ താൻ പറഞ്ഞൊരു കാര്യം സത്യമാണ്. കണ്ണനൊരു പ്രണയമുണ്ട്. പക്ഷേ അത് ആക്ട്രസ് ഗീതിക റാം അല്ല, മറിച്ച് എൻ്റെ സുഹൃത്തിൻ്റെ മകൾ ആതിരുദ്രയാണ്. അവരുടെ വിവാഹം ഉടനെ തന്നെ ഉണ്ടാവും. റിസപ്ഷൻ എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരണമെന്നില്ല. അത്രയും പറഞ്ഞ് മഹാദേവൻ ലക്ഷ്മിയെ നോക്കി. ജയറാം, ഗീതികയെ ഞങ്ങൾക്കറിയാം, നല്ല കുട്ടിയാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾക്കിഷ്ടവുമാണ് അവളെ. ആ സ്നേഹം ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മായാൻ ജയറാം ഒരു കാരണമാവരുത്. മഹിയേട്ട, ജയറാമിനെ യാത്ര അയച്ചിട്ട് അകത്തേക്ക് വരൂ. അത്രയും പറഞ്ഞ് ലക്ഷ്മി വീടിനുള്ളിലേക്ക് പോയി. സാരമില്ലടോ, തനിക്കറിയാതെ സംഭവിച്ചത് പോയതാണെന്ന് കരുതിക്കൊള്ളാം ഞാൻ. അത് വിട്ടേക്ക്. ഐ ആം സോറി മഹി. ഞാൻ അങ്ങനെയാണ് കരുതിയത്. തെറ്റിദ്ധാരണയുടെ പുറത്ത് പറഞ്ഞു പോയതാണ്. ഇതിൻ്റെ പേരിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനൊരു കോട്ടം തട്ടരുത്. ഏയ് ഇല്ലടോ, ഗീതികയെ കൂടെ അറിഞ്ഞുകൊണ്ടാണോ ഈ ആലോചന താൻ മുൻപിലേക്ക് വെച്ചത്? ഇല്ല, അവൾക്കറിയില്ല. മോൾക്ക് കാശിനാഥിനോടുള്ള സോഫ്റ്റ് കോർണർ കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഞാനത് പ്രൊസീഡ് ചെയ്യാമെന്ന് കരുതിയത്. തനിക്കും ലക്ഷ്മിക്കും അത് വിഷമമായെങ്കിൽ സോറി. അതുപോട്ടെ, തെറ്റുകൾ മനുഷ്യ സഹജമാണ്. അപ്പം താൻ ഇറങ്ങുകയല്ലേ? എനിക്കൊന്ന് കമ്പനി വരെ പോകാനുണ്ടായിരുന്നു. ജയറാമിൻ്റെ മറുപടി കാത്തു നിൽക്കാതെ തന്നെ മഹാദേവൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് കാറിനടുത്തേക്ക് നടന്നിരുന്നു. നാണക്കേട് തോന്നിയെങ്കിലും ബായ് പറഞ്ഞ അയാൾ കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തു. ഗേറ്റ് കടക്കുമ്പോഴും വീട്ടിലേക്ക് നടക്കുന്ന മഹാദേവനെ ദേഷ്യത്തോടെ നോക്കുകയായിരുന്നു ജയറാം. സിദ്ധുവേട്ടനെയും അച്ചുവിനെയും അപകടപ്പെടുത്താൻ ശ്രമിച്ചത് ഭവിഷ്യാണെന്നാണോ കണ്ണേട്ടൻ പറഞ്ഞു വരുന്നത്? അച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കാർത്തു കാശിയോട് ചോദിച്ചത്. ഇതിനോടകം തന്നെ ആദിയും കാർത്തവും അച്ചുവിനോട് നന്നായി തന്നെ അടുത്തിരുന്നു. അതെ, അവനാണ് ഇതിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ. സിദ്ധുവിനെയും അച്ചുവിനെയും അപകടപ്പെടുത്താൻ ശ്രമിച്ചതും ആരൂട്ടിയെ അപകടപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഭവിഷ്യ തന്നെയാണ്. ആരൂട്ടിയില്ലാതെയാവണം ആ സ്വത്തുക്കൾ മുഴുവൻ അവൻ്റെ കയ്യിലാവാൻ. ആരുൻ്റെ വിവാഹം കഴിയുന്നത് വരെ ഭവിഷ് ഡ്രീംസ് എന്ന സാമ്രാജ്യം അവന് ഭരിക്കാൻ കഴിയും. പക്ഷേ അതിനുശേഷം അതിലുള്ളൊരു പുൽക്കൊടിക്ക് പോലും അവൻ അവകാശമില്ലാതാവും. അതുകൊണ്ട് തന്നെയാണ് ആതിരുദ്രയെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച എൻ്റെ കൈകളിൽ തന്നെ ഈ ദൗത്യം മുത്തശ്ശനെ ഏൽപ്പിച്ചത്. എനിക്ക് ആരുനെ സേവ് ചെയ്യാൻ സാധിക്കുമെന്ന് എന്നേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് തോന്നിയിരിക്കാം. അതെന്തായാലും നന്നായി. അപ്പം നമ്മളെപ്പോഴും നിരീക്ഷിക്കുന്നുണ്ടാവുമോ അവർ? ചോദ്യം ന്യായമാണ്. പക്ഷേ നിങ്ങൾ വീട്ടിൽ തന്നെയുള്ളതെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ തക്കവണ്ണം എല്ലാം ഒരുക്കിയിട്ടാണ് ഞാൻ നിങ്ങളെ കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ എവിടെയോ ഒന്നെനിക്ക് പാളിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്കറിയാം നിങ്ങൾ എനിക്കൊപ്പമാണുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ കൂടുതൽ റിസ്ക് എടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഇന്നിവിടെ വെച്ച് ആതിരുദ്ര ആനന്ദിനെ ഞാൻ ആതിരുദ്ര കാശിനാഥാക്കാൻ പോവുകയാണ്. ആദ്യം ഞെട്ടി കാശിയെ നോക്കി. മനു ഉൾപ്പെടെ ചുറ്റും നിന്നവർക്ക് മുഴുവൻ അത്ഭുതമായിരുന്നു. കണ്ണ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇത് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് നടത്താമായിരുന്നല്ലോ, എല്ലാവരുടെയും സമ്മതത്തോടെ അനുഗ്രഹത്തോടെ. പറ കണ്ണ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സന്തോഷത്തോടെ കല്യാണത്തിൻ്റെ ഡേറ്റ് തീരുമാനിച്ചൊക്കെ വന്നിട്ട് ഇപ്പം പെട്ടെന്ന് ഇവിടെ വെച്ച് നടത്തണമെന്ന് പറയണമെങ്കിൽ തക്കതായ എന്തോ കാരണമുണ്ട്. എന്താണെന്ന് ഞങ്ങൾക്കറിയണം. മനു പറയുന്നത് കേട്ട് ചിരിയോടെ കാശി ഫോണിൽ ആനന്ദിനെ ഡയൽ ചെയ്ത് സ്പീക്കറിലിട്ടു.